തുടർചലനങ്ങൾ എന്ന ഫേസ്ബുക്ക് കൂട്ടായ്മയിലേക്ക് വീണ്ടും പ്രേക്ഷകർക്ക് സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഗ്രന്ഥകാരൻ, ചിന്തകൻ, പ്രഭാഷകൻ, ദൈവകൃപയുടെ തൂലികാകാരൻ ഇവാഞ്ചലിസ്റ്റ് സാജു ജോൺ മാത്യു നമ്മോടൊപ്പം ഉണ്ട്. വളരെ സ്നേഹത്തോടും വളരെ ആദരവോടും തുടർചലനങ്ങളിലേക്ക് സ്വാഗതം. സാജ, ജീസസ് മിഷനെ കുറിച്ച് ഒന്ന് പറയാമോ? നോർത്ത് ഇന്ത്യയിലും കേരളത്തിലും ആഫ്രിക്കയിലും നടക്കുന്ന പ്രവർത്തനങ്ങളെ കുറിച്ച്, മിഷണറിമാരെ കുറിച്ച് എങ്ങനെയാണ് ചെറുതായ രീതിയിലൊന്ന്? എൻ്റെ മിഷണറിമാരോട് ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യമുണ്ട്. നിങ്ങളുടെ ഐഡന്റിറ്റി ഒരിക്കലും ജീസസ് മിഷനുമായിട്ട് ബന്ധപ്പെടുത്തി കണ്ടെത്തരുത്. ജീസസുമായി ബന്ധപ്പെടുത്തി കാണണം. ഒരു ഓർഗനൈസേഷൻ എന്നൊക്കെ പറഞ്ഞാൽ അത്രയേ ഉള്ളൂ, അതിൽ കൂടുതലൊന്നുമില്ല. പിന്നെ ഒരു കൂട്ടായ്മ, ഞങ്ങൾ അത്രയും ഉദ്ദേശിക്കുന്നുള്ളൂ. ജീസസ് മിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു ഓർഗനൈസേഷനോ അതിന് അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. കർത്താവിന് വേണ്ടി ജെനുവിനായിട്ട് നിൽക്കാൻ ആഗ്രഹിക്കുന്ന, വടക്കേ ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന സഹോദരങ്ങളുടെ ഒരു ആത്മീക കൂട്ടായ്മയാണ് ജീസസ് മിഷൻ. അല്ലാതെ അതിന് വലിയ അജണ്ട ഇല്ല, വലിയ പ്രോഗ്രാംസ് ഇല്ല, അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. എന്നാൽ ജെനുവിനായിട്ട് നമ്മളിവിടെ പ്രവർത്തിക്കുന്ന നൂറുകണക്കിന് മിഷണറീസ് നമ്മളുണ്ട്, നൂറുകണക്കിന് ചർച്ചസ് ഉണ്ട്, എല്ലാം ഉണ്ട്, കുഞ്ഞുങ്ങളുടെ ഹോംസ് ഉണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. പക്ഷെ അതിനെ ഒരു എസ്റ്റാബ്ലിഷ്ഡ് ഒരു സിസ്റ്റം ആക്കാനായിട്ട് ഞങ്ങൾക്ക് മുഖ്യധാര ബന്ധകോസ പ്രസ്ഥാനങ്ങളുടെ ഒരു ഗ്രോത്ത് എന്നുള്ളത്, അതായത് വിശ്വാസഗണങ്ങളുടെ ഒരു വളർച്ച എന്നുള്ളത് ഒരു ബയോളജിക്കൽ ഗ്രോത്തിൽ ഒതുങ്ങി, അല്ലെന്നുണ്ടെങ്കിൽ ഒരു സഫോക്കേറ്റഡ് ആയിട്ടുള്ള ഒരവസ്ഥയിലെത്തി നിൽക്കുമ്പോൾ ന്യൂ ജനറേഷൻ എന്ന് പറയപ്പെടുന്ന സഭകൾ വളരെ അബോധപൂർവമായിട്ടുള്ള വളർച്ചാ നിലവിലാണ്. അവിടെ ആളുകൾ അപ്പോസ്തലിക പ്രവർത്തനങ്ങൾക്കും അല്ലെന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് വന്ന ഇഷ്ടംപോലെ ആളുകൾ, ഇഷ്ടംപോലെ ജനങ്ങളുടെ ഒരു അബോധപൂർവമായ ഒരു കുട്ടികൾക്ക് കാണാൻ സാധിക്കും. എന്തുകൊണ്ടാണ് മുഖ്യധാര ബന്ധകോസ്ത സഭകളുടെ ലക്ഷ്യങ്ങൾ മാറി അവർ വേറൊരു രീതിയിൽ വേറെ എന്തെങ്കിലും ലക്ഷ്യമായോ, അതോ നമുക്ക് മിഷണറി പ്രവർത്തനങ്ങൾക്ക് നമ്മൾ അത്രയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നില്ലേ? എന്തായിരിക്കും ഇതിനൊക്കെ കാരണം? അങ്ങനെ നോക്കാണ്. അതായത് മുഖ്യധാര ബന്ധകോസ്ത സഭകളിൽ സുവിശേഷ പ്രവർത്തനത്തിനുള്ള താല്പര്യവും സുവിശേഷ പ്രവർത്തനവും ശരിക്കും ഇന്ന് കുറഞ്ഞു എന്നുള്ളതല്ല, ഇന്ന് അതിനൊരു പ്രാധാന്യമില്ല. ഇന്ന് പലപ്പോഴും മുഖ്യധാര ബന്ധകോസ്ത സഭകളിലെ അവരുടെ കുറച്ച് ആളുകൾ അല്ലെങ്കിൽ മെമ്പേഴ്സ് വരുന്നു, നമ്മൾ പറയുന്നത് പോലെ ഞാൻ ഇൻവോൾവമായി ആരാധിക്കുന്നു, മടങ്ങിപ്പോകുന്നു എന്നുള്ളതല്ലാതെ പണ്ട് കാലത്തെ പോലുള്ള സുവിശേഷ പ്രവർത്തനങ്ങളിൽ ഇന്ന് സഭകൾ ഇൻവോൾവ് ചെയ്യുന്നില്ല. അതിന് താല്പര്യമുള്ള ആളുകളുമില്ല. കാരണം യേശു തിളച്ച് മറിയുന്ന ഒരു അനുഭവമായിട്ടൊന്നും ഇന്നത്തെ വിശ്വാസികളില്ല. അത് അടിസ്ഥാനപരമായി പ്രശ്നമുണ്ടാക്കി. എല്ലാ ശനിയാഴ്ചകളിലും ഞങ്ങൾ സൈക്കിളൊക്കെ എടുത്ത് പല സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്ത് കാണുന്ന സ്ഥലത്തെല്ലാം പരസ്യം നടത്തുകയും ട്രാക്റ്റുകൾ പ്രിന്റ് ചെയ്ത് കൊടുക്കുകയും സുവിശേഷ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മിക്കവാറും മാസങ്ങളിലൊക്കെ 1-2 ദിവസങ്ങൾ തിരിച്ച് ദൂരെയുള്ള സ്ഥലങ്ങളിൽ പോയി, ഗ്രാമങ്ങളിൽ പോയി സുവിശേഷം അറിയിക്കുകയും വർഷത്തിൽ 8-10 മിനി കൺവെൻഷൻസ് പോലെ, അതൊന്നും ചിലവുകളൊന്നുമല്ല, നടത്തുകയും ഒക്കെ ചെയ്തിരുന്ന ഒരു കാലയളവ് ഉണ്ടായിരുന്നു. അതായിരുന്നു എൻ്റെ തുടക്കം എന്ന് പറയുന്നത്. ഇന്ന് എൻ്റെ സഭയിൽ ഉൾപ്പെടെ ഞാൻ പോകുന്ന സഭയിൽ, എൻ്റെ സഭ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പോകുന്ന സഭയിൽ ഉൾപ്പെടെ അതിനുവേണ്ടിയുള്ള ഒരു പ്രാധാന്യം കാണുന്നില്ല. അത് ആകമാനമായിട്ട് സംഭവിച്ച ഒരു പ്രശ്നമാണ്. സഭകൾക്കെല്ലാം പറ്റിയതായ ഒരു പ്രോബ്ലമാണ്. അത് നമ്മുടെ ഒരു വലിയ പാളിച്ചയാണ്. അതിൽ നിന്നുള്ളൊരു മടങ്ങി വരവ് മുഖ്യധാര സഭകൾ അത്യാവശ്യമായിട്ടും ഉണ്ടാക്കേണ്ടതുണ്ട്. കാരണം ദൈവം സഭയോട് പറയുന്നത് ഗോ ആൻഡ് പ്രീച്ച് എന്നാണ്. നമ്മൾ പറയുന്നത് നീ ഇങ്ങോട്ട് വരാനാണ്. ഇങ്ങോട്ട് വരും, പക്ഷെ ചെന്ന് കൊണ്ടുവരണം. ഗോ ആൻഡ് ടേക്ക് ദം, പോവുക. സഭ എന്ന് പറഞ്ഞാൽ പോകുന്ന സഭയായിരിക്കും. ഇതിനെക്കുറിച്ച് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്, എൻ്റെ പല മെസ്സേജസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് മുഖ്യധാര സഭകൾക്ക് അതിൻ്റെതായ ദോഷം ഭവിച്ചിട്ടുണ്ട്. അവര് തീർച്ചയായും ദൈവം വിഭാവന ചെയ്യുന്ന ആത്മിക നിലയിൽ സഭയെ നയിക്കുന്നില്ല എന്ന പരാജയം ഞാൻ ഉൾപ്പെടെ ഏറ്റുപറയുന്നു. എന്നാൽ അതേസമയം ന്യൂ ജനറേഷൻ സഭകളിൽ ആള് കൂടുന്നു എന്ന് നമ്മൾ പറയുന്നു. ശരിയാണ്, ന്യൂ ജനറേഷൻ സഭകളിൽ ആള് കൂടുന്നുണ്ട്. പക്ഷെ ആള് കൂടുന്നതുകൊണ്ട് മാത്രം അത് ഒരു
അതൊരു ക്രൈറ്റീരിയ നമുക്ക് എടുക്കാൻ പറ്റില്ല. ഒന്ന് രണ്ട് കാര്യങ്ങൾ. ന്യൂ ജനറേഷൻ സഭകളിൽ എന്തുകൊണ്ട് ആൾ കൂടും? കാര്യം വേദപുസ്തകത്തിനനുസരിച്ചുള്ള ഒരു ജീവിതം അവർ ആവശ്യപ്പെടുന്നില്ല. അവിടെ ആൾ കൂടുന്നത് അത്ഭുതങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ലഭിക്കുന്നതായ കാര്യങ്ങൾ, അതിനെക്കുറിച്ചൊക്കെയാണ് അവരുടെ സംസാരം. പിന്നെ യേശുക്രിസ്തുവിന്റെ അല്ലെങ്കിൽ ദൈവവചനത്തിനനുസരിച്ചുള്ള ഒരു വിലയുള്ള കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു ക്രിസ്തീയ ജീവിതം അവർ പഠിപ്പിക്കുന്നില്ല. വന്നോന്ന് മറ്റു സഭകൾ പഠിപ്പിക്കുന്നില്ല. ഞാൻ പറയുന്നത് അതുകൊണ്ട് തന്നെ ന്യൂ ജനറേഷൻ സഭകളിലേക്ക് ആളുകൾ ഓരോ പുതിയ അട്രാക്ഷൻ ഉള്ളതുകൊണ്ടായി വരുന്നത്. അത് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് അതങ്ങ് മാറി. അതുകൊണ്ട് ന്യൂ ജനറേഷൻ, ഞാൻ അമേരിക്കയിലെ ഒരു ചർച്ചില് എല്ലാ ആഴ്ചയിലും ഇന്ന് പുതുതായി വന്ന ആളുകൾ മുന്നോട്ട് വന്നതെന്ന് പറയുമ്പോൾ ഒരു 25-30 പേര് വെച്ച് മുന്നോട്ട് എല്ലാ ആഴ്ചയിലും വരുന്നുണ്ട്. 10,000-ൽ കൂടുതൽ വിശ്വാസികളുള്ള ഒരു സഭയാണ്. ഞാൻ അവിടെ ചെന്ന സമയത്ത് ഇടപെട്ടുകൊണ്ടിരുന്ന സഭയാണ്. അപ്പോൾ എല്ലാ ആഴ്ചയിലും 25 പേര് വെച്ച് കഴിഞ്ഞാൽ 10 ആഴ്ച കഴിയുമ്പോഴത്തേക്ക് 250 പേര് കാണും. ഒരു വർഷം കഴിയുമ്പോഴത്തേക്ക് എന്താണെങ്കിലും 1000 എന്നുള്ളത് 2000-ൽ കൂടുതലാണ്. പക്ഷേ ഞാനവിടെ ഒരു വർഷം കഴിഞ്ഞ് നോക്കുമ്പോഴത്തേക്ക് ഈ 1000-ൽ ചിലവാനുള്ളത് 800-700 ആയിട്ട് കുറയുക ചെയ്തു. അപ്പൊ ഞാൻ സഭക്കാരോട് ചോദിച്ചു, സഭയിലെ മൂപ്പന്മാരായ ആളുകളോട് വിളിച്ച് ചോദിച്ചു, നിങ്ങൾ എല്ലാ ആഴ്ചയിലും പുതിയ പുതിയ ആൾക്കാർ വരുന്നവരെ എഴുന്നേൽപ്പിച്ച് നോക്കുന്നു. എന്നും 25-30 പേര് വരുന്നുണ്ട്. എന്നിട്ടും എന്താണ്, ഞാനിപ്പോൾ ഒരു വർഷത്തിൽ കൂടുതലായിട്ട് സഭയിൽ വരുന്നു. പക്ഷേ ഞാൻ വന്നപ്പോൾ ഉണ്ടായിരുന്ന അത്രയും ആളുകൾ ഇവിടെ ഇല്ലല്ലോ. അപ്പൊ അതിന്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 25 പേര് മുന്നിലത്തെ വാതിൽ കൂടെ വന്നാൽ 35 പേര് പുറകിലത്തെ വാതിൽ കൂടെ പോകുന്നുണ്ട്. ഈ ന്യൂ ജനറേഷൻ സഭകളോട് നമ്മൾ ചോദിക്കുകയാണ്, ഇന്ന് പുതുതായി വന്നവരെല്ലാം എഴുന്നേറ്റിരിക്കാൻ അവർ പറയുമ്പോൾ പുതിയ ആൾക്കാർ വരുന്നുണ്ട്. പക്ഷെ കഴിഞ്ഞ 10 വർഷമായിട്ട് നമ്മൾ സഭയിൽ സ്ഥിരമായിട്ട് നിൽക്കുന്ന എഴുന്നേറ്റിരിക്കാൻ പറയുന്നത് സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഇതില്ല. ഒരു ഫ്ലോട്ടിംഗ് മെമ്പർഷിപ്പ് എന്നുള്ളൂ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് 2 മണിക്കൂർ ഒന്ന് പാട്ട് പാടി ആടിപ്പാടി ഒക്കെ പോകാനുള്ള ഒരു പാട്ടുകൂട്ടം എന്ന നിലയിലാണ് പലപ്പോഴും ഈ ന്യൂ ജനറേഷൻ സഭകൾ മുന്നോട്ട് പോകുന്നത്. ഒരു പാട്ടുകൂട്ടം, അങ്ങനെ പാട്ടുകൂട്ടത്തിൽ ആള് കിട്ടും. അതുകൊണ്ട് അവരുടെ കൂട്ടത്തിൽ ആള് കൂടുന്നു എന്ന് നമ്മൾ പറയുന്നത് പോലെയുള്ള ഒരു ഗ്രോത്ത് അവർക്കുണ്ടാകുന്നില്ല. പക്ഷെ വരുന്നവരെല്ലാം പുതിയ പുതിയ ആൾക്കാരാണ്. എന്നാൽ ഞാനിവരെ അപ്രീഷിയേറ്റ് ചെയ്യും. ഇവരെ ദൈവവചനത്തിൽ ഇവർ പഠിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ ഈ ന്യൂ ജനറേഷനെ നമ്മൾ വിളിക്കുന്ന സഭകൾ അവിടെ വരുന്ന വിശ്വാസികളെ യേശുക്രിസ്തുവിന്റെ ക്രൂശ് എടുക്കാൻ പഠിപ്പിക്കുന്നുണ്ടോ? മുഖ്യധാര സഭകളിലും ഇന്ന് പഠിപ്പിക്കുന്നില്ല. അതാണ് ഞാൻ പറഞ്ഞത്. മുഖ്യധാര സഭകളുടെ കുറവുകളെ ഞാൻ ഏറ്റുപറയുന്നു. അവിടെ കുറവുണ്ട്. പക്ഷെ ന്യൂ ജനറേഷൻ സഭയിൽ ആൾ കൂടുന്നത് കൊണ്ട് അതിനെയും അതൊരു വലിയ കാര്യമായിട്ട് ഞാൻ കാണുന്നില്ല. എപ്പോഴും കോംപ്രമൈസ് ചെയ്താൽ എവിടെയും ആളുണ്ടാകും. യേശു കർത്താവ് 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചു. 5000 പേര് പുരുഷന്മാർ, അത് കഴിഞ്ഞിട്ട് ഒരു 5000 സ്ത്രീകൾ, അത് കഴിഞ്ഞിട്ടൊരു 2000 കുഞ്ഞുങ്ങൾ കുറിച്ചു. ഒരു 12000 പേര് ഭക്ഷണം കഴിച്ചു. പിറ്റേ ദിവസം 12 പേരെ അവന്റെ കൂടെ ഉള്ളൂ. കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ അവൻ വചനം പഠിപ്പിച്ചു. ശരിയായ നിലയിൽ ഒരു കമ്മിറ്റ്മെന്റിലേക്കും കവനന്റിലേക്കും വരാൻ പറഞ്ഞു. നിങ്ങൾ എന്നെ തിന്നുന്നില്ലെങ്കിൽ, എന്റെ മാംസം തിന്നുകയും എന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നതിന്റെ ഉള്ളിൽ ജീവനുണ്ട്, അല്ലാതെ ജീവനില്ല. യേശുവുമായിട്ടൊരു ഉടമ്പടി ഉണ്ടാക്കണമെന്ന് നിർബന്ധമായി പറഞ്ഞപ്പോൾ 12000 എന്നുള്ളത് 12 പേരായി. ശരിയായ നിലയിൽ ക്രൂശിന്റെ വചനം പ്രസംഗിച്ചു കഴിഞ്ഞാൽ ആളുകൾ കൂടുകയാണ്, കൊള്ളുകയാണ്. ഞാൻ ഒരിക്കലും ഒരു ചർച്ചയിൽ ചേർന്ന സമയത്ത് ഞാൻ അവരോട് പറഞ്ഞു, ഞാൻ നിങ്ങളോട് ആശംസിക്കുന്നത് നിങ്ങളുടെ മെമ്പർഷിപ്പ് കുറയട്ടെ എന്നാണ്. കാരണം നിങ്ങൾ പഠിപ്പിക്കും, ദൈവവചനം പഠിപ്പിക്കും, ക്രൂശെടുക്കുന്ന കാര്യം പഠിപ്പിക്കും, ആള് കുറയും. അങ്ങനെ 12 പേരായപ്പോൾ കർത്താവ് ഒരു കോംപ്രമൈസിന് തയ്യാറാകുന്നില്ല. കർത്താവ് പറഞ്ഞില്ല, കുഞ്ഞുങ്ങളെ ഇന്നലെ 10000 പേരുണ്ടായിരുന്നു പോലെ 5000 പുരുഷന്മാർ തന്നെ ഉണ്ടായിരുന്നു, എന്തിയന്മാരൊക്കെ എല്ലാം അപ്പം തേച്ചു പോയി, നിങ്ങളെങ്കിലും എന്നെ ഇട്ടേച്ച് പോകല്ലേ എന്നൊന്നുമല്ല കർത്താവ് പറഞ്ഞത്. എന്താണ് നോക്കി നിൽക്കുന്നത്? നിനക്ക് മോനെ പോ, എന്നോട് നിൽക്കുകയാണെങ്കിൽ ഉടമ്പടിയിൽ നിന്നാൽ മതി എന്നാ പറയുന്നത്. അതാണ് മുഖ്യധാരാ സഭയും പഠിപ്പിക്കേണ്ടത്, അല്ലാത്ത സഭയും പഠിപ്പിക്കേണ്ടത്. ആളല്ല വിഷയം. ആ വിഷയത്തിൽ നിന്നുകൊണ്ട് തന്നെ ഞാനൊരു ചോദ്യം ചോദിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. ആ ചോദ്യത്തിന് 2 പാർട്ടുണ്ട്.
മുഖ്യധാര പെന്തക്കോസ്ത് സഭകൾക്ക് ഒരു സെക്കൻഡ് ലെയർ ലീഡർഷിപ്പിനെ വാർത്തെടുക്കാൻ പരാജയപ്പെട്ടു എന്നുള്ള ഞാൻ എൻ്റെ വാദത്തോട് അങ്ങ് എത്രത്തോളം യോജിക്കുന്നു. ഒന്ന്. രണ്ടാമത്തെ ആ ചോദ്യത്തിൽ, അതായത് നമ്മൾ ഒരു ഇപ്പോഴത്തെ ഉള്ള ഒരു പാസ്റ്റേഴ്സിനെ കാണുകയാണെന്നുണ്ടെങ്കിൽ ഒരു 40 to 50 ഏജ് ലെവലിലുള്ള പാസ്റ്റേഴ്സിനെ കാണുന്നത്. അതെൻ്റെ ചോദ്യത്തിൻ്റെ ഒന്നാമത്തെ ഭാഗം. രണ്ടാമത്തെ ഭാഗം, യുവാക്കളെ അട്രാക്ട് ചെയ്യുന്നതിൽ മുഖ്യധാര പെന്തക്കോസ്ത് സഭകൾക്ക് ഒരു ഫെയിലിയർ ആയിട്ടുണ്ട്. അത് എന്തുകൊണ്ട് സംഭവിക്കുന്നു? ഉദാഹരണത്തിന് നമ്മൾ അമേരിക്കയിലേക്ക് നാടുകളിൽ വെസ്റ്റേൺ കൺട്രീസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ 2 ആരാധനയാണ് നടക്കുന്നത്. ഒന്ന് യുവാക്കൾക്ക് വേണ്ടി, പിന്നെ ഒന്ന് സീനിയേഴ്സിന് വേണ്ടിയിട്ട്. അപ്പോൾ യുവാക്കളെ അട്രാക്ട് ചെയ്യാൻ മുഖ്യധാര പെന്തക്കോസ്ത് സഭകൾക്ക് കഴിയുന്നില്ലേ? ഒരു സെക്കൻഡ് ലെയർ ലീഡർഷിപ്പിനെ വാർത്തെടുക്കാൻ വേണ്ടിയിട്ട് മുഖ്യധാര പെന്തക്കോസ്ത് സഭകൾക്ക് കഴിഞ്ഞിട്ടില്ലേ? എന്തായിരിക്കും ഇതിനു വേണ്ടിയിട്ട് അങ്ങനെ? മുഖ്യധാര സഭകളിൽ എന്നുള്ളതല്ല, സഭകളിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ലീഡർഷിപ്പ് ലെവലിൽ നിന്ന് ലീഡർഷിപ്പ് ലെവലിൽ സർട്ടൻലി യങ്ങർ ആയിട്ടുള്ള ലീഡേഴ്സിന്റെ നമ്പർ കുറയുന്നു എന്നുള്ളത് ഒരു വലിയ യാഥാർത്ഥ്യമാണ്. അത് സമ്മതിക്കാതിരിക്കാൻ കഴിയില്ല. യങ് പാസ്റ്റേഴ്സ് ഇല്ല, യങ് മിഷണറീസ് ഇല്ല. വടക്കേ ഇന്ത്യയിൽ പോകുന്ന ആളുകൾ, യങ് ആയിട്ടുള്ള ആളുകൾ പോകുന്നത് കുറഞ്ഞു വരിക. പണ്ട് കാലത്ത് മലയാളികൾ വളരെയേറെ ഇക്കാര്യത്തിൽ ഇൻവോൾവ് ചെയ്തിരുന്നെങ്കിൽ ഇന്നിപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരു വലിയ ഒഴുക്കൊന്നും മിഷണറിമാരുടെ കാര്യത്തിൽ ഉണ്ടാകുന്നില്ല. ഞാൻ പറഞ്ഞല്ലോ, ഈ പാളിച്ചകളെല്ലാം ഞാൻ സമ്മതിക്കുന്നു. അതിനകത്ത് എൻ്റെ കൂടെ കുറ്റമുണ്ട്. ഞാൻ ഉൾപ്പെടെ എന്ന് പറയുമ്പോൾ എൻ്റെ തലമുറ, ഇപ്പം ഞാൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ മാത്രമല്ല ഇവിടുത്തെ വിഷയം. എൻ്റെ തലമുറയുടെ ഒരു പ്രശ്നമുണ്ട്. ഞങ്ങളുടെ അടുത്ത തലമുറയെ ഒരുക്കുന്നതിനകത്ത് ഞങ്ങൾക്ക് പറ്റിയതായ പാളിച്ചകൾ ഞങ്ങൾ സമ്മതിക്കുന്നുണ്ട്. എന്നാൽ അതേസമയം യുവാക്കളെ ആകർഷിക്കുന്ന കാര്യത്തെക്കുറിച്ച് പറയുന്നു. യുവാക്കളെ എങ്ങനെ ആകർഷിക്കണമെന്നാണ് ഉദ്ദേശിക്കുന്നത്? അതൊരു വലിയൊരു ചോദ്യമാണ്. നമ്മൾ പറയുന്നത് നമ്മുടെ പിള്ളേർക്ക് കുറെ പാട്ടൊക്കെയാണ് ഇഷ്ടം, അതുകൊണ്ട് പാട്ട് വേണം, അവൾക്ക് ഇംഗ്ലീഷ് പറയണം, ഇതൊക്കെയാണ് നമ്മൾ പറയുന്നത്. അപ്പൊ ആളുകളെ ആകർഷിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഒടുവിൽ അപകടമായിട്ടേ വരത്തുള്ളൂ. യഥാർത്ഥ ആത്മീയത പഠിപ്പിച്ചാൽ ഈ യുവാക്കളും കൂടെ വരും, അതിന് സംശയമൊന്നുമില്ല. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരാളോട് സംസാരിച്ചപ്പോൾ, ഹാർവസ്റ്റ് ഒരു പ്രോഗ്രാമിന് വേണ്ടി സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു, ഞാനൊരു ഗൾഫിലെ ഒരു സഭയിൽ പ്രസംഗിച്ച് ഒരു ഉച്ചയ്ക്ക് കഴിക്കാൻ വേണ്ടി ഒരു വീട്ടിൽ ചെന്നപ്പോഴത്തേക്ക് ആ വീട്ടിലെ വീട്ടുനായകൻ എന്നോട് പറഞ്ഞു, സാജി സാർ വരുന്നത് ഞങ്ങളുടെ പിള്ളേർക്കൊക്കെ ഇഷ്ടമാണ്, സാജി സാർ അമ്മ ഇംഗ്ലീഷൊക്കെ പറയുമല്ലോ. അപ്പം ഞാൻ പയ്യനെങ്കിൽ വിളിച്ചു, മോനെ ഞാൻ ഇംഗ്ലീഷ് പറയുന്നതുകൊണ്ടാണ് പറഞ്ഞ് ഞാൻ പറയുന്നത് കേൾക്കുന്നത്. അവൻ പറഞ്ഞ് അങ്ങനൊന്നും ഇല്ല, ജെനുവിനായിട്ട് പറയുന്ന ആളുകൾ പച്ച മലയാളത്തിൽ പറഞ്ഞാലും ഞങ്ങൾക്ക് സന്തോഷമാണ്. പക്ഷെ ഞങ്ങൾ നോക്കുന്നത് ഈ പ്രസംഗിക്കുന്നത് പോലെ ആളുകൾ ജീവിക്കുന്നുള്ളതാണ് ഞങ്ങൾ നോക്കുന്നത്. അപ്പം നമ്മളെ ഒരു തെറ്റിദ്ധാരണയാണ് നമ്മുടെ പിള്ളേർക്ക് ലാംഗ്വേജിന്റെ പ്രശ്നം കൊണ്ടില്ല. ഞാൻ പറയുന്നില്ല, ഇംഗ്ലീഷിൽ ഒരു വർഷിപ്പ് നടത്തുന്നതിനകത്തൊന്നും ഞാൻ എതിരൊന്നും പറയുന്നില്ല. പക്ഷെ അതൊന്നും അല്ല വലിയ വിഷയം എന്ന് പറയുന്നത്. വലിയ വിഷയം എന്ന് പറയുന്നത് ജെനുവിനിറ്റി ഇല്ല. ഇവിടുത്തെ മിക്ക ആരാധനകളും മെയിൻ ലൈൻ ആരാധനകളും പ്രായമുള്ളവർക്ക് വേണ്ടിയാണ്. അവർക്ക് വരണം, ആരാധിക്കണം, പാട്ട് പാടണം. they are not concerned about the younger generation. അതൊരു വിഷയമാണ്. പിന്നെ യങ്ങർ ജനറേഷനെ ആകർഷിക്കാൻ വേണ്ടി എന്ത് ചെയ്യണം? സോറി പറയുന്നത് ആ ഒരു ആകർഷണം എന്നുള്ളൊരു വേർഡ് മാറ്റിയിട്ട് യങ്ങർ ജനറേഷന്റെ എക്സൈറ്റ്മെന്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, ആ ഒരു വൗ ഫീലിംഗ് ചർച്ചിന്റെ അകത്ത് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ അതാണ് ഉദ്ദേശിച്ചത്. ഓക്കെ, ഞാൻ പറഞ്ഞ ഇതിനകത്ത് വലിയ ഡിഫറൻസ് ഉണ്ടാകുന്നില്ല. എന്തിനാ അങ്ങനെ ഒരു എക്സൈറ്റ്മെന്റ്? അവരെ എക്സൈറ്റഡ് ആക്കാൻ വേണ്ടി അവർക്ക് വാവ് എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടാക്കണമെങ്കിൽ ഇന്നത്തെ അനാത്മികരായ പിള്ളേർക്ക് വേണ്ടത് ലോകത്തെയാണ്. They need worldly music, they need worldly dancing, they need worldly lighting. ഇതൊക്കെയാണല്ലോ ഇന്നിപ്പം യങ്ങർ ജനറേഷനെ ആകർഷിക്കാൻ വേണ്ടി ലൈറ്റ് കൊടുക്കുന്നു, അത് ചെയ്യുന്നു, പാട്ട് ഇംഗ്ലീഷിലാക്കുന്നു, അല്ലെങ്കിൽ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നു. പോൾ വാഷർ പറഞ്ഞ ഒരു കാര്യം, if you are trying to attract the carnal people, if you are using carnal means inside the church, അനാത്മികരായ ആളുകളെ ആകർഷിക്കാൻ വേണ്ടി യുവാക്കളായിക്കോട്ടെ വലിയവരായിക്കോട്ടെ അനാത്മികമായ കാര്യങ്ങൾ സഭയിൽ കൊണ്ടുവരികയാണെങ്കിൽ അവരെ നിലനിർത്താൻ വേണ്ടി അതിനേക്കാൾ അനാത്മികമായ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യേണ്ടി വരും. If you want to attract carnal people, and for that if you are performing carnal means or taking carnal means to sustain them in the church, you need to give more carnal things in the church. എന്നിട്ട് അപ്പോഴും അവർ സംതൃപ്തരാകത്തില്ല, because they are carnal. അപ്പൊ അത് കഴിയുമ്പോൾ
അവരെ കൂടുതൽ നിലനിർത്താനായിട്ട് കുറച്ച് കഴിയുമ്പോൾ അത് അവരും അതും പടും. ഇപ്പൊ അതിന് ഉദാഹരണമായിട്ട് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ, പണ്ട് കാലത്ത് ഹിംസൊക്കെ പാട്ട് പാടിക്കൊണ്ടിരുന്ന, നമ്മളെ ഹിംസൊക്കെ ആയിരുന്നു പാടിക്കൊണ്ടിരുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞു ചെറുപ്പക്കാർക്കൊക്കെ പണ്ട് എന്റെയൊക്കെ ചെറിയ കാലത്ത് നമ്മൾ പറയുന്ന കൺട്രി സോങ്സ് എന്ന് പറഞ്ഞാൽ കൺട്രി സോങ്സും പോപ്പ് സോങ്സും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ പറഞ്ഞു ഇൻസ്റ്റെഡ് ഓഫ് ഹിംസ് ലെറ്റ് us try country songs or pop songs. അങ്ങനെ പോപ്പ് സോങ്സ് വന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് പോപ്പ് സോങ്സും ആളുകൾ മടുത്തു. ലോകം റോക്കിലേക്ക് പോയി, റോക്ക് ആൻഡ് റോക്ക്. അപ്പോഴത്തേക്ക് അതായത് ഇവരെ സസ്റ്റെയിൻ ചെയ്യാൻ ആ ഹിംസ് കളഞ്ഞിട്ട് നമ്മൾ പോപ്പ് സോങ്സ് എടുത്തു. പോപ്പ് സോങ്സ് കൊണ്ട് സംതൃപ്തരാകാതെ വന്നപ്പോൾ റോക്ക് ആൻഡ് റോൾ എടുത്തു. റോക്ക് ആൻഡ് റോളിനെ നമ്മൾ മഹത്വവൽക്കരിച്ചു, ഇൻക്ലൂഡിങ് ക്ലിഫ് റിച്ചാർഡും മറ്റുള്ള ആളുകളുമൊക്കെ അദ്ദേഹത്തിന്റെ പാട്ടുകളെല്ലാം ശരിക്കും പറഞ്ഞാൽ റോക്ക് ആൻഡ് റോളിന്റെ ലോകം അംഗീകരിച്ചിട്ടുള്ള ഒരു റോക്ക് ആൻഡ് റോൾ സിംഗറാണ് ക്ലിഫ് റിച്ചാർഡ് എന്ന് പറയുന്നത്. ഞാൻ അദ്ദേഹത്തിന്റെ അദ്ദേഹം വളരെ നല്ലൊരു ആത്മീയനായ മനുഷ്യനാണ്, അതിനെ ഞാൻ എതിർക്കുകയല്ല. പക്ഷെ കാർണൽ മീൻസ് കൊണ്ട് ഇവരെ നോക്കിയാൽ റോക്ക് ആൻഡ് റോൾ പാടി സന്തോഷിക്കാൻ അല്ലെങ്കിൽ അതിനകത്ത് എൻജോയ് ചെയ്യാൻ, അതിനകത്ത് എക്സൈറ്റ്മെന്റ് ഇല്ലാതെ വാവ് എന്ന് പറയുന്നത് നിന്നു. കുറച്ച് കഴിയുമ്പോൾ റോക്ക് ആൻഡ് റോൾ പോലെ മെറ്റൽ സോങ്സ് വേണം. മെറ്റൽ കേട്ട് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് മെറ്റൽ പോലെ ഹെവി മെറ്റൽ വേണം. ഇത് എവിടെ ചെന്ന് അവസാനിക്കുന്നത്? അതിന് പകരം കൊടുക്കേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് യേശുവിനെ കൊടുക്കുക. Give them Jesus, they will be excited. Why we are going for all these things? നമ്മൾ എന്തുകൊണ്ട് ഈ വക കാര്യങ്ങൾ പറയുന്നു? ഞാൻ ലാംഗ്വേജിനെതിരല്ല, സോങ്സിനെതിരല്ല. പക്ഷേ യേശുവിനെ കൊടുക്കുന്നതിന് പകരം മ്യൂസിക് കൊടുത്താൽ അവനെ എവിടെ കൊണ്ട് സാറ്റിസ്ഫൈ ചെയ്യും? Instead of that, give them Jesus. Let them have a personal encounter with Jesus. യേശുവായിട്ടുള്ള ഒരു പേഴ്സണൽ എൻകൗണ്ടർ ഉണ്ടാക്കാനായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കും. അങ്ങനെ ആകുമ്പോൾ ഇവന് ഈ വേറെ ആരാധന വേണമെന്നൊന്നുമില്ല. ഈ പ്രായമുള്ള ആളുകൾ, ഞങ്ങളെപ്പോലുള്ള ആളുകൾ, ഞങ്ങൾക്ക് വേണ്ടി ഈ സഭായോഗത്തെ മാറ്റിയതാണ് ഇപ്പോഴും ഉണ്ടാകുന്നത്. ആരെങ്കിലും ഒരു പ്രസംഗം വന്നു കഴിഞ്ഞാൽ ആദ്യം പാസ്റ്റർ പറയുന്നത് ഇന്നാരും പ്രസംഗിക്കാൻ വന്നത് അതുകൊണ്ട് കുഞ്ഞുങ്ങൾക്ക് സാക്ഷി പറയാനുള്ള അവസരമില്ല. എല്ലാത്തിനും കളയുന്നത് കുഞ്ഞുങ്ങളെയല്ലേ. എന്നാ പിന്നെ പ്രായമുള്ളവർ സാക്ഷി പറയാൻ അവസരമില്ലെന്ന് പറഞ്ഞാൽ ഇന്ന് പ്രായമുള്ള ആരും സാക്ഷി പറയണ്ട, കുഞ്ഞുങ്ങൾ മാത്രം പറഞ്ഞാൽ മതി. അങ്ങനെ കേൾക്കുന്നില്ല. അപ്പൊ അതിന് അവരെ മാറ്റി വിട്ടിട്ട് അവർക്ക് വേണ്ടി പ്രോഗ്രാം അവർ ചെയ്യുന്നതിനകത്തൊന്നും ഞാൻ വിരോധമൊന്നുമില്ല. പക്ഷെ അവരെ മാറ്റി വിട്ടിട്ട് അവർക്ക് they have no maturity to do things in such a way. അങ്ങനെ പിള്ളേർക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അവരുടെ ഇന്ന് യങ്ങർ ജനറേഷന്റെ വർഷിപ്പ് എന്ന് പറഞ്ഞാൽ എന്താ? They are just singing songs, dancing, isn't it? അല്ലാതെ എന്താ ഇപ്പം യങ്ങർ വർഷിപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് യങ്ങർ ജനറേഷന്റെ വർഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ do they have a specific Bible study? Do they have ഒരു ക്രിസ്ത്യൻ ലിവിങ്ങിന് വേണ്ടിയുള്ള കാര്യങ്ങൾ? ഈ വക കാര്യങ്ങളൊക്കെ ഈ പറയുന്ന യങ്ങർ ജനറേഷന് വേണ്ടി മാത്രമുള്ള യങ് വർഷിപ്പില് അതൊരു പാട്ടുകൂട്ടമാക്കാനാണെങ്കിൽ ഇവർക്ക് എന്ത് ആത്മീക വർധനയുണ്ടാകും? അതുകൊണ്ട് വാസ്തവത്തിൽ ആവശ്യമായിരിക്കുന്നത് ജെനുവിനിറ്റിയാണ്. പ്രായമുള്ള ഒരു ജെനുവിനിറ്റി സൂക്ഷിക്കണം, ആത്മീയത സൂക്ഷിക്കണം, ദൈവവചനം പഠിപ്പിക്കണം, കുഞ്ഞുങ്ങളെ അതിനകത്ത് ഉത്സാഹിപ്പിക്കണം. കുഞ്ഞുങ്ങൾക്കൂടെ ബോധ്യമാകണം ഈ പ്രായമുള്ളവർക്ക് ആത്മീയം ഉള്ളത്. അതുകൊണ്ടാണ് ഞാൻ ആ പയ്യൻ പറഞ്ഞത്, ഞങ്ങൾ ഒന്നും അറിയാൻ വയ്യാത്തവരാണെങ്കിൽ ജെനുവിനായിട്ട് ഒരാൾ ഞങ്ങളുടെ അടുത്ത് ദൈവവചനം പറയുകയാണെങ്കിൽ ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാണ്. യങ്ങർ ജനറേഷൻ മണ്ടന്മാരൊന്നുമല്ല. അവർക്ക് ആവശ്യമുള്ളത് യഥാർത്ഥത്തിൽ ദൈവത്തെ സേവിക്കുന്ന ഒരു തലമുറയാണ്. അതിന് പിതാക്കന്മാര് അത് ചെയ്യാതെ യേശുവിനെ കൊടുക്കുന്നതിന് പകരം ഈ കുഞ്ഞുങ്ങൾക്ക് മോഹങ്ങൾ കൊടുക്കും. ഈ തലമുറയ്ക്ക് ആവശ്യമുള്ളത്, അല്ലെങ്കിൽ യങ്ങർ ജനറേഷൻ ആവശ്യമുള്ളത്, ഇപ്പോഴത്തെ തലമുറ, ഇപ്പോഴുള്ള ഞങ്ങളെപ്പോലുള്ള ആളുകളുടെ ആ ഒരു തലമുറ, ആ തലമുറ ജെനുവിനാവുക എന്നുള്ളതാണ്. ആ തലമുറ യേശുവിനെ ജനങ്ങൾക്ക് കൊടുക്കുക. യേശുവിനെ കൊടുക്കണമെങ്കിൽ അവർക്ക് യേശുവിനെ വേണം. അതുകൊണ്ട് ഒരു ക്രിസ്തു കേന്ദ്രീകൃതമായ ജീവിതം അത് ഭവനങ്ങളിൽ വേണം, സഭയിൽ മാത്രമല്ല, ഭവനങ്ങളിൽ. എൻ്റെ കുഞ്ഞുങ്ങൾ എൻ്റെ ആത്മീയത തിരിച്ചറിയണം. അപ്പോൾ ഈ കുഞ്ഞുങ്ങളൊന്നും തെറ്റിപ്പോകത്തില്ല. നമ്മുടെ കുഞ്ഞുങ്ങളൊന്നും അങ്ങനെ ഒട്ടും മോശപ്പെട്ട ആളുകളായിട്ട് എല്ലാവരെയും തള്ളിക്കളയുന്നതിന് അർത്ഥമൊന്നുമില്ല. അങ്ങനെയൊന്നുമല്ല. യങ്ങർ ജനറേഷനിൽ വളരെ ആത്മാർത്ഥമായി കർത്താവിനെ സേവിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്. അതിന് തടസ്സം നിൽക്കുന്നത് പലപ്പോഴും ഓൾഡർ ജനറേഷനാണ്. ജെനുവിനിറ്റിയാണ് ഏറ്റവും പ്രധാനം. എൻ്റെ ആത്മീയത എൻ്റെ കുഞ്ഞുങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ അവർക്ക് സഭയിൽ
ഇൻവോൾവ്മെന്റ് ഉണ്ടാകും. ക്രൈസ്തവ കെയറിലേക്ക് അങ്ങയുടെ സംഭാവന വളരെ വലുതാണ്. 17ാമത്തെ വയസ്സിൽ മരിപ്പിച്ചെന്ന പ്രധാനമാണ്. എന്നാൽ ക്രൈസ്തവ മാധ്യമത്തിൽ തുടങ്ങി ഇന്ന് ഇത്രയും പുസ്തകങ്ങളും ഇത്രയും ഗ്രന്ഥങ്ങളും ഇത്രയും പ്രഭാഷണങ്ങളും ക്രൈസ്തവ കെയറിലേക്ക് നൽകിയ അങ്ങയുടെ സംഭാവനയിൽ ഇന്നത്തെ സാമൂഹിക മാധ്യമങ്ങൾ, ഫേസ്ബുക്ക് ഗ്രൂപ്പുകൾ, സെൻസേഷണലൈസ്ഡ് ആയിട്ടുള്ള വാർത്ത ചർച്ച ചെയ്യുന്ന രീതികൾ ആത്മീയ ലോകത്തിന് എങ്ങനെ പ്രയോജനം ചെയ്യുന്നു, അത് എത്ര കോൺട്രിബ്യൂഷൻ നൽകുന്നു എന്നൊന്ന് പറയാം. മാധ്യമങ്ങൾ ന്യൂട്രലാണ്. അത് നമ്മൾ എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ് ഇതിനകത്തെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. അത് കൊണ്ട് തന്നെ നേരത്തെ ഒരു പക്ഷേ റേഡിയോയോട് നമുക്ക് വിരോധം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ നമ്മൾ വേണ്ടത്ര അതിന് പ്രാധാന്യം കൊടുക്കാതിരുന്ന ഒരു സമയമുണ്ട്. പിന്നെ ടെലിവിഷൻ വന്നപ്പോൾ നമ്മൾ അന്ന് ആദ്യമൊക്കെ അതിനോട് ഒരു വിമുഖത കാണിച്ചിട്ടുണ്ട്. അതേപോലെ ഈ സോഷ്യൽ മീഡിയ വന്നപ്പോൾ ശരിക്കും ഫേസ്ബുക്ക് ഒക്കെ തുടങ്ങുന്നത് ഇങ്ങനെയുള്ള ഒരു കൂട്ടായ്മ എന്ന നിലയിലൊന്നും അല്ല. പഴയ ആളുകളെയൊക്കെ കണ്ടുമുട്ടാനുള്ള ഒരു സന്ദർഭം എന്ന നിലയിലോ ചാറ്റോ അങ്ങനെയൊക്കെ പറഞ്ഞാണ്. എന്നാൽ അതിന് ഒരു ശരിക്കും ഒരു സുവിശേഷീകരണ മാധ്യമമായും ആത്മീക കാര്യങ്ങളുടെ ഒരു ഡിസ്കഷന് വേണ്ടിയൊക്കെ ഉപയോഗിക്കാൻ കഴിയുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും അതിൻ്റെ പോസിറ്റീവ് സൈഡാണ്. എന്നാൽ നമ്മളുടെ പ്രത്യേകിച്ച് മലയാളത്തിലെ ഫേസ്ബുക്ക് കൂട്ടായ്മകൾ ഞാൻ അത്ര സജീവമായ ഒരാളല്ല എങ്കിൽ പോലും ശ്രദ്ധിക്കുന്ന ഒരാളാണ് ഞാൻ. അത്ര സജീവമായി ഒരു പക്ഷേ ഞാൻ ഇന്ത്യയിൽ അങ്ങനെയുള്ള ഒരാളല്ല. പിന്നെ നെറ്റ് ഫെസിലിറ്റി ഒന്നും അങ്ങനെയുള്ള സ്ഥലങ്ങളിലാണ് ഞാൻ പലപ്പോഴും കഴിയുന്നത്. അതുകൊണ്ട് ഇതിനകത്ത് ഞാൻ അങ്ങനെ എപ്പോഴും അങ്ങനെ ശ്രദ്ധിക്കാൻ കഴിയുന്നില്ല. എങ്കിലും വല്ലപ്പോഴും ഒക്കെ ഞാനത് ശ്രദ്ധിക്കാറുണ്ട്. നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും ആത്യന്തികമായ ഫലം എന്തായിരിക്കും എന്നതിനെ കുറിച്ച് ഉള്ള ധാരണയോടെ വേണം നമ്മൾ എന്ത് കാര്യങ്ങൾ ചെയ്യാനായിട്ട്. പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർ ലേഖനത്തിൽ പറയുന്ന ഒരു കാര്യമുണ്ട്: സകലത്തിലും എനിക്ക് കർത്തവ്യമുണ്ട്, എന്നാൽ സകലതും പ്രയോജനമുള്ളതല്ല. everything is lawful, but everything is not profitable. അപ്പോൾ ലോഫുൾ ആണോ? ചിലപ്പോൾ ആളുകൾ ചോദിക്കും, അതിനകത്ത് എന്താ പറയുക തെറ്റ് എന്ന് ചോദിക്കും. തെറ്റാണോ ശരിയാണോ എന്നുള്ളതിനേക്കാൾ പ്രധാനം ഇതുകൊണ്ട് ഉണ്ടാകുന്ന പ്രോഫിറ്റ് എന്താണ്. പ്രോഫിറ്റ് എന്ന് ഉദ്ദേശിക്കുമ്പോഴത്തേക്ക് ദൈവസഭയ്ക്ക് ഇതുകൊണ്ടുണ്ടാകുന്ന പ്രയോജനം എന്താണ്. ഇത് ദൈവസഭയെ വളർത്താനാണോ അതോ തളർത്താനാണോ ഉപയുക്തമാകുന്നത്? ഈ ചോദ്യത്തോടെ വേണം നമ്മൾ ഓരോ കാര്യങ്ങളിലും ഇടപെടാനായിട്ട്. ഇത് ഫേസ്ബുക്ക് പോലെയുള്ള സോഷ്യൽ മീഡിയയിലെ കൂട്ടായ്മകൾ എന്ന് പറയുമ്പോൾ അതിനകത്ത് എല്ലാ തരത്തിലുള്ള ആളുകളുമുണ്ട്. അവരുടെ ആത്മീക വർധനയാണോ നമ്മുടെ ഉദ്ദേശ്യം, അതോ സെൻസേഷണലായിട്ട് ഞാൻ എഴുതുന്ന കാര്യങ്ങൾ കൂടുതൽ ലൈക്ക് കിട്ടണം, അത് കൂടുതൽ ആളുകൾ വായിക്കണം, അത് കൂടുതൽ, ഇതൊക്കെയാണ് നമ്മുടെ ലക്ഷ്യം ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. പിന്നെ ഇത് വായിച്ചിട്ട് ഒരു വ്യക്തി കർത്താവിനോട് കുറെ കൂടെ അടുക്കുമോ അതോ കർത്താവിൽ നിന്ന് അകന്നു പോകുമോ? ഇതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം ഒരു പോസ്റ്റ് ഇടാനായിട്ട്. പക്ഷെ ഇന്ന് പലപ്പോഴും നമ്മളുടെ വിശ്വാസികളുടെ കൂട്ടായ്മ എന്ന് പറയുന്ന ഫേസ്ബുക്ക് കൂട്ടായ്മകളിൽ പോലും അന്യോന്യമുള്ള കരിവാരത്തേക്കിലും ഞാൻ പറഞ്ഞില്ല, ഞാൻ ഇതിനകത്തൊന്നും അംഗമൊന്നുമല്ല. പക്ഷെ എങ്കിലും ഓരോരുത്തരുടെയും വാക്കിനെ പിടിച്ചുള്ള ആരെങ്കിലും എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞാൽ അതിന്റെ സ്പിരിറ്റ് എടുക്കുന്നതിന് പകരം ആ ഒരു വാക്കിനെ പിടിച്ച് അതിലേക്ക് കടന്നു പോകുന്ന നിലയിലുള്ള പോക്ക് കാണുമ്പോൾ ഇത് പലപ്പോഴും ഗുണത്തേക്കാൾ കൂടുതൽ ദോഷം ചെയ്യുന്നില്ല എന്ന് എനിക്ക് സംശയം തോന്നിയിട്ടുണ്ട്. അപ്പൊ ഇത് സീരിയസ് ആയിട്ട് എടുക്കുന്ന ഒരു കൂട്ടായ്മയാണ് നമുക്ക് ആവശ്യമായിരിക്കുന്നത്. പക്ഷെ ഇന്നിപ്പോൾ പലപ്പോഴും കാണുന്നത് അടച്ചു കളയല്ല, ഇതിനകത്ത് ആത്മാർത്ഥതയുള്ള അനേകരുണ്ട്, ഇതെന്ന് ഞാൻ പറഞ്ഞില്ല. എൻ്റെ തന്നെ സുഹൃത്തുക്കൾ പലരും ഇതിനകത്തുണ്ട്. പക്ഷെ അവർക്ക് ഒരു വ്യക്തി ആര് പറയുന്നു, എന്ത് പറയുന്നു എന്നതിനേക്കാൾ ഉപരി ആര് പറയുന്നു എന്നുള്ളതൊക്കെ നോക്കി അങ്ങനെ പോകുന്ന സമയത്ത് അത് വളരെ ദോഷകരമാകും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ആത്മനിയന്ത്രിത അവസ്ഥയിൽ വേണം ഇതെല്ലാം ചെയ്യാൻ. പരിശുദ്ധാത്മ നിയന്ത്രിതരാണെങ്കിൽ എപ്പോഴും നോക്കുന്നത് ദൈവസഭയെ ഇത് വളർത്തുമോ ഇത് തളർത്തുമോ എന്നുള്ളതാണ്. ദൈവസഭയെ വളർത്തുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ ചെയ്യുള്ളൂ എന്നുള്ള തീരുമാനം ഒരു അനിവാര്യതയാണ്. നമ്മുടെ ഈ മുഖചിത്ര
കൂട്ടായ്മകളിലേക്കുള്ള ഗ്രൂപ്പുകളിലേക്ക് നമ്മൾ അംഗങ്ങളാകുന്ന ആളുകളുടെ ഒരു സ്വാതന്ത്ര്യം, ആശയങ്ങൾ പങ്കുവെക്കാൻ, തുറന്ന് പങ്കുവെക്കാനുള്ള ഒരു സംവാദ വേദി, അതൊക്കെയാണ് നമ്മൾ ഫേസ്ബുക്ക് ഗ്രൂപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഒരു സഭയിൽ നമ്മൾ പ്രസംഗിക്കുമ്പോൾ, കൺവെൻഷൻ ഗ്രൗണ്ടിൽ പ്രസംഗിക്കുമ്പോൾ അവിടെ ആരും തുറന്ന് ചോദിച്ചെന്ന് വരത്തില്ല അതിൻ്റെ സംശയങ്ങൾ. പക്ഷേ ഫേസ്ബുക്ക് കൂട്ടായ്മയിൽ നമ്മളൊരു വിഷയം പങ്കുവയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ നാനാവശത്തു നിന്നുള്ള ആളുകൾ അവരുടെ സംശയങ്ങൾ പങ്കുവയ്ക്കുന്നു. അതിലൂടെ അതിൻ്റെ അകത്ത് എഴുതിയ വ്യക്തികളും സംശയം ദൂരീകരിക്കാനുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള കൂട്ടായ്മകൾ ഒരു വൈഡ് റീച്ച് ആകുന്നില്ലേ? ഒരു ദോഷത്തെക്കാളേറെ വിമർശനാത്മക ആ ഒരു ചിന്തയിൽ നിന്ന് മാറിയിട്ട് നമ്മൾ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു വൈഡായിട്ടുള്ള ഒരു റീച്ച് കിട്ടുന്നില്ലേ നമ്മുടെ ആശയങ്ങൾക്ക്? അല്ലെ, അത് ശരിയാണ്. ഇപ്പൊ ഇതിനകത്ത് ഇത് കൂടുതൽ ആളുകൾ കാണുന്നു എന്നുള്ളതോ അല്ലെങ്കിൽ മറ്റൊന്നോ ഒരാൾ ചോദിക്കുന്നതിനകത്തൊന്നും ഒരു കുഴപ്പമില്ല. ഒരാൾ ചോദിക്കുന്നത്, പക്ഷെ ഈ ചോദ്യങ്ങൾ ചോദിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? അതാണ് ഇതിനകത്ത് ഒരു പ്രശ്നം എന്ന് പറയുന്നത്. ഞാനീ പറയുന്ന ഒരു ഫേസ്ബുക്ക് കൂട്ടായ്മയിൽ 5000 പേരോ 10000 പേരോ വന്ന് വയ്ക്കുക. ഈ 10000 പേരുടെയും കാര്യമല്ല ഞാൻ പറഞ്ഞത്. അറ്റ്ലീസ്റ്റ് ഈ കൂട്ടായ്മയുടെ സൂത്രധാരകന്മാരായ ആളുകൾ, അവർക്കെങ്കിലും ഒരു ലക്ഷ്യബോധം ഉണ്ടായിരുന്നു, അവർക്കെങ്കിലും ഇതിൽ നിന്നുള്ള ആ ഒരു ധാരണ ഉണ്ടായിരിക്കണം. അതായത് ഇതിലൂടെ എന്താണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്? ഒരു അംഗസംഖ്യ കൂട്ടുക എന്നുള്ളതല്ല, എത്ര പേര് വരുന്നു എന്നുള്ളതല്ല, അല്ലെങ്കിൽ പറയുന്ന ഓരോ വാക്കിൽ പിടിച്ച ഒരു കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതല്ല. അതിനകത്ത് ദൈവസ്നേഹത്തിൽ ഈ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്നുള്ളൂ. ഫേസ്ബുക്ക് കൂട്ടായ്മകളിലുള്ള ഞങ്ങളുടെ ഗ്രൂപ്പുകൾ സാധാരണ ശ്രദ്ധിച്ചാണ് നമ്മൾ ഹൈപ്പർ ഗ്രേസ്, കാൽവിനിസം തുടങ്ങിയ പഠിപ്പിക്കലുകളിലൊക്കെ നമ്മുടെ വിശ്വാസികളെ തെറ്റിദ്ധരിക്കപ്പെടുന്ന സാഹചര്യത്തിൽ വ്യക്തമായ അതിന് പഠന നിർദ്ദേശങ്ങൾ, അവലോകനങ്ങൾ നൽകി നമ്മൾ വിശ്വാസികളെ പ്രബുദ്ധരാക്കാൻ ഈ ഗ്രൂപ്പുകൾക്ക് കഴിയും. ഗ്രൂപ്പുകൾക്ക് അങ്ങയുടെ മാർഗനിർദ്ദേശം ഉണ്ടായിരിക്കും. അത് തീർച്ചയായിട്ടും ഇതുപോലെയുള്ള ഈ മോസ്റ്റ് ഓഫ് ദ ടൈം ഇതുപോലെയുള്ള പ്രത്യേകിച്ച് അനാത്മികമായ കാര്യങ്ങൾ, അതുപോലെ ദുരുപദേശങ്ങൾ, ഇതിനെതിരായിട്ട് സോഷ്യൽ മീഡിയ വളരെ നന്നായിട്ട് ഇടപെട്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ തന്നെ അതിനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു തീർച്ചയായിട്ടും. അതുകൊണ്ട് പല ആളുകളും, പക്ഷേ അതൊരു വ്യക്തിഹത്യയിലേക്ക് മറ്റും മാറിപ്പോകാതിരിക്കാനായിട്ട് നമ്മൾ നോക്കുന്നത് നന്നായിരിക്കും എന്നുള്ളതേ ഉള്ളൂ. എന്നാൽ യഥാർത്ഥ ഉപദേശങ്ങൾ പഠിപ്പിക്കാൻ അതിനും കൂടെ ഇപ്പം നിങ്ങളെപ്പോലുള്ള ആളുകൾ അതിനകത്ത് ഇൻവോൾവ് ചെയ്യുന്നു, കൂടുതൽ ഇൻവോൾവ് ചെയ്യുന്നു. ഈ യങ് പീപ്പിൾ അതിനകത്ത് ഒന്ന് ജെനുവിനിറ്റി നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് കൊടുക്കാനായിട്ട്, പിന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് തന്നെ ഒരു ഇതെല്ലാം കള്ളമാണ്, ഇതെല്ലാം കളിപ്പീരാണ് എന്നുള്ള ഒരു ചിന്ത ഉണ്ടാക്കാൻ ഒരിക്കലും പരിശ്രമിക്കരുത്. അങ്ങനെയുള്ള ചെളിവാരി എറിയലും അന്യോന്യമുള്ള ഇതൊരു കൂട്ടായ്മയാണ്. ആ സ്നേഹവും മറ്റുള്ള കാര്യങ്ങളും എപ്പോഴും മനസ്സിലാക്കാൻ. പിന്നെ ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില വാട്സാപ്പ് കൂട്ടായ്മകളും മറ്റുള്ള കൂട്ടായ്മകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഇങ്ങനെ അന്യോന്യമുള്ള ചെളിവാരികളിലും മറ്റും ചിലപ്പോൾ കാണുമ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര സങ്കടം തോന്നാറുണ്ട്. എന്നാൽ യഥാർത്ഥ ഉപദേശങ്ങൾ പഠിപ്പിക്കാനും അങ്ങനെ യങ്ങർ ജനറേഷനെ ഉയർത്തിക്കൊണ്ടുവരാൻ ഈ കൂട്ടായ്മകൾ വളരെ പ്രയോജനവുമാണ്. ചെറിയ മെസ്സേജസ്, വേദപുസ്തകങ്ങൾ, അതുപോലുള്ള കാര്യങ്ങൾ ഒക്കെ നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും. സില്ലി ആയിട്ടുള്ള കാര്യങ്ങൾക്ക് അതിനെ എംഫസൈസ് ചെയ്ത് പ്രാധാന്യം കൊടുക്കാതിരിക്കുക. സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ സീരിയസ് ആയിട്ട് തന്നെ അതിനെ ലഘൂകരിച്ച് കാണിക്കുന്നതിന് പകരം സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ സീരിയസ് ആയിട്ട് കാണുക. പിന്നെ എല്ലാത്തിനും ആത്യന്തികമായി ഞാൻ ആദ്യം പറഞ്ഞ വാക്ക്, ഇത് നടത്തുന്ന ആളുകളെങ്കിലും 5000 പേരുണ്ടെങ്കിൽ 5000 പേരുടെയും കാര്യം നമുക്ക് ചിലപ്പോൾ പറയാൻ പറ്റില്ല. പക്ഷെ ഒരു ഫേസ്ബുക്ക് കൂട്ടായ്മ അല്ലെങ്കിൽ ഒരു സോഷ്യൽ ഗ്രൂപ്പ് അത് തുടങ്ങുന്ന ആൾക്കൊരു ലക്ഷ്യം ഉണ്ടാകുമല്ലോ. അവർ പരിശുദ്ധാത്മ നിയന്ത്രിതരായിരിക്കണം. പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കുന്നതനുസരിച്ച് മാത്രം കാര്യങ്ങൾ ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഈ കൂട്ടായ്മകളൊക്കെ നല്ലതാണ്. അങ്ങനെ ഒരു അനുഭവം ഉണ്ടാകട്ടെ എന്നാണ് ഞാൻ നിങ്ങളോട്. ചുരുങ്ങിയ സമയം ഞങ്ങൾക്ക് അനുവദിച്ചാണ് ഞങ്ങളോട് സമയം ചെലവഴിക്കുന്നത് സഹൃദയമാനത്തിന് വളരെ നന്ദി. അങ്ങയുടെ പ്രവർത്തനങ്ങളുടെ ദൈവം കൂടുതൽ അനുഗ്രഹിക്കുമാറാകട്ടെ. തുടർച്ചകളും എല്ലാവിധ ആശംസകളും ഭാവങ്ങളും. താങ്ക് യു.